നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 340 340. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 4-ാം അധ്യായം ശ്ലോകം 26 മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 26: ഏവം സ്വദേഹം മഹതാം മഹീയസാം മുഹുസ്സമാരോപിതമംഗമാദരാത് ജിഹാസതി ദക്ഷരുഷാ മനസ്വിനി ദധാരഗാത്രേശ്വനിലാഗ്നിധാരണാം. ഇവിടെ വാക്കാർത്ഥം പറയുമ്പോൾ, ഇപ്രകാരം ദക്ഷനെക്കുറിച്ചുണ്ടായ കോപം നിമിത്തം മഹാന്മാർക്കും ഏറ്റവും മന്യന്മായിരിക്കുന്നവർക്കും ഉത്സംഗത്തെ വീണ്ടും വീണ്ടും സമാരോപിക്കപ്പെട്ട സ്വശരീരത്തെ ഉപേക്ഷിക്കുവാൻ ഇച്ഛിച്ച ധീരചിത്തയായ സതീദേവി, ആ വാക്ക് ശ്രദ്ധിക്കുക, ധീരചിത്തയായ സതീദേവി അവയവങ്ങളിൽ വായുവിനെയും അഗ്നിയെയും സംബന്ധിച്ചിരിക്കുന്ന ധാരണയെ ധരിച്ചു. അപ്പോൾ കാറ്റും തീയും കൂടി ആയപ്പോൾ വന്നി ആളിക്കത്തി. ഇതൊരു സയൻറ്റിഫിക് തിയറിയാണെന്ന് പറയാൻ കാരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുകയാണെങ്കിൽ, ത്യാഗത്തിനായി സ്വീകരിച്ചതായ യോഗധാരണയെ പറയുന്നു. ഇപ്രകാരം പിതാവായ ദക്ഷനെക്കുറിച്ചുണ്ടായ രോഷം നിമിത്തം മഹാന്മാർക്കും പൂജ്യന്മാരായിരിക്കുന്ന ബ്രഹ്മാദിദേവന്മാരാൽ കൂടെ ഏറ്റവും മന്യനായ ശ്രീ ശിവനാൽ ആദരപൂർവം മടിയിലിരുത്തി ലാളിക്കപ്പെട്ടതായ സ്വശരീരത്തെ ഉപേക്ഷിപ്പാൻ ഇച്ഛിച്ച സതീദേവി മഹാതേജസ്സിൽ ലയിപ്പാൻ വേണ്ടിയിട്ട് അവയവങ്ങളിൽ അഗ്നിയെയും വായുവിനെയും ധ്യാനിച്ചുറപ്പിച്ചു. ശരീരം നശിക്കുന്നതിൽ സന്താപമോ ദൈന്യമോ ദേവിയെ ബാധിക്കാതിരിക്കുന്നതിനാൽ യോഗധാരണ ചെയ്യുന്നതിനാൽ അത്യുത്സാഹവും ഹൃദയത്തിന് പ്രസാദവും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിനി എന്ന വിശേഷണം കൊണ്ട് സൂചിപ്പിച്ചു. അവിടെ ധീരചിത്ത എന്ന വിശേഷണത്താൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആത്മസാക്ഷാത്കാരമുണ്ടായവർക്ക് ശരീരം സ്നേഹാസ്പദമല്ലെന്ന് സാരം. നേരെ മറിച്ച് ആത്മസാക്ഷാത്കാരം ഉണ്ടായിട്ടില്ല വിചാരിക്കുക, ഒരു ലൗകികനാണ്, പരിപൂർണ ലൗകികനാണെങ്കിൽ ശരീരത്തിന് സ്നേഹാസ്പദമാണ്. അതാണ് ശരീരത്തിന് എന്തെങ്കിലും വ്രണം വരുമ്പോൾ ഏറ്റവും നല്ല ഡോക്ടർ ചികിത്സിക്കണം എന്ന് നിർബന്ധം പിടിക്കുക. കാശ് എത്ര ചിലവായാലും സാരമില്ല. പക്ഷേ നീതിമാനായിരിക്കുന്ന ഭാഗവതപ്രിയനായിരിക്കുന്ന ഒരാൾ സാക്ഷാൽ ഭഗവാൻ ശ്രീമൻ നാരായണൻ പാലാഴി കടയുന്ന സമയത്ത് ധന്വന്തിരിയായി അവതരിച്ചിട്ടുണ്ട്. ആ ഭഗവാൻ നമ്മുടെ ഹൃദയകമലത്തിലുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ തീരുമാനത്തിന് എതിരായിട്ട് നമുക്ക് വല്ല ഡോക്ടർമാർക്കും വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ധന്വന്തിരി ദേവൻ പറയണോ, നടക്ക സമയമായി, ഈ ശരീരം വീഴട്ടെ, അല്ലെങ്കിൽ പുതിയൊരു ശരീരം എടുക്കേണ്ട സമയമായി, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് സമയമായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ അതിന് വിഘടിച്ച് നിൽക്കുന്നത്? അവിടെയാണ് സാധാരണക്കാരനും ജ്ഞാനിയും കൂടിയിട്ടുള്ള വ്യത്യാസം. ഇനി ശ്ലോകം 27: തത സ്വഭർത്തുർശരണാംബുജാസവം ജഗൽഗുരോ ചിന്തയതി ന ച അപരം ദദർശദേഹോ ഹതകൽമഷസതി സത്യപ്രജ്വാലസമാധിജാഗ്നിനാ.
ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അനന്തരം ലോകഗുരുവായിരിക്കുന്ന സ്വഭർത്താവിൻ്റെ ചരണാബ്ജധ്യാനത്താൽ താമര സദൃശമുള്ള പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് നിന്നുണ്ടായ ആനന്ദമാകുന്ന മധുവിനെ ധ്യാനിക്കുന്ന സതീദേവി അന്യത്തെ കണ്ടില്ല, വേറൊന്നിനും കണ്ടില്ല. കൽമഷം നശിച്ചതായ ശരീരം സമാധിയിൽ നിന്നുണ്ടായ അഗ്നിയാൽ ഉടനെ പ്രജ്വലിച്ചു. ഇതാണ് ശരിക്കുള്ള സമാധി. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ശരീരാവയവങ്ങളിൽ വായു അഗ്നിധാരണയെ ഉറപ്പിച്ച ശേഷം സകല ലോകങ്ങൾക്കും ജ്ഞാനോപദേശം ചെയ്യുന്ന, ഇത് നമ്മൾ മറക്കരുത്. അപ്പോൾ വിദ്യയുടെ കാരകത്വം ശിവനാണ്, സരസ്വതിക്കല്ല. സരസ്വതിക്ക് നാവൽ തുമ്പിൽ വരാൻ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. ഉള്ളിലുണ്ടെങ്കിലല്ലേ നാവ് തുമ്പിൽ വരുള്ളൂ. യു ഗോട്ട് ദി പോയിന്റ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജ്ഞാനോപദേശം ചെയ്യുന്ന പരമഗുരുവും സ്വഭർത്താവുമായ ശ്രീ ശിവന്റെ പാദപത്മത്തെ ധ്യാനിച്ചതുകൊണ്ട് ലഭിച്ചതായ ആനന്ദമാകുന്ന ആസവത്തെ മറ്റുള്ള സകലത്തെയും മറപ്പിക്കുന്ന ദ്രവ്യമായ മധുവിനെ ആസ്വദിച്ചു. അന്യമായ യാതൊന്നിനെയും കണ്ടില്ല, ആനന്ദമാത്രമായി അവശേഷിച്ചു. ഭൗതികത്തെ ഉപേക്ഷിച്ചു. ശിവധ്യാനം നിമിത്തം കൽമഷഹീനനായി ഭവിച്ച ശരീരം സമാധി കൊണ്ടുണ്ടായ അഗ്നിയാൽ ഭസ്മമായി പോവുകയും ചെയ്തു. പതിവ്രതയായ സതീദേവി പിന്നെയും ശിവപ്രാപ്തിക്കായി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെയും ശിവപ്രാപ്തിക്ക് വേണ്ടി ശിവധ്യാനപൂർവം ശരീരത്തെ ഉപേക്ഷിച്ചതിനാൽ യം വാവിസ്മരൻ ഭാവം ത്യജന്തേ കളേവരം തമേ വൈദ്യ കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ആരെ നനച്ച് ശരീരം വിട്ടുവോ അതിൽ ചേരുന്ന. അപ്പം ഇവിടെ ഭഗവാൻ ശിവനെയാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് സതീദേവിയുടെ പുനർജന്മം പിന്നെ എങ്ങനെയുണ്ടായത്? മേനാദേവി, അതായത് ഹിമവൽ പർവ്വതത്തിൻ്റെ മകളായിട്ട് പാർവതി എന്ന പേരിൽ വരുന്നുണ്ടായിരുന്ന. അപ്പോൾ ഏതേതു ഭാവത്തെ സ്മരിച്ചും കൊണ്ട് അവസാനകാലം ശരീരത്തെ ഉപേക്ഷിക്കുന്നുവോ ആ ഭാവത്തെ ജീവാത്മാവ് വീണ്ടും പ്രാപിക്കും എന്നുള്ള ന്യായത്തെ അനുസരിച്ച് ദേഹത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് 28, 29, 30 കൂടി 4 വരി ശ്ലോകങ്ങളാണ്. 31 ഇവിടെ 2 വരി ശ്ലോകമായിട്ട് കാണുന്നുണ്ട്. തൽപശ്യതാം ഘേ ഭുവി ചാത്ഭുതം മഹൽ ദാഹേ ദിവാദാസുമഹാനജായതാം ഹന്തപ്രിയാ വൈദ ദൈവതമസ്യ ദേവി ജഹാവസൂൻ കേന സതി പ്രകോപിതാം. ഇവിടെ വാക്കാർത്ഥം പറയുമ്പോൾ ആകാശത്തിലും ഭൂമിയിലും മഹത്തായ ആ അത്ഭുതത്തെ കണ്ടവരുടെ ഹാ ഹാ, ഇങ്ങനെ ആഹാഹാരം, അതായത് അത്ഭുതം കൂറി എല്ലാവരും. എന്നിട്ട് പറയുന്നു, അത്യുച്ഛമായിട്ടും ഉണ്ടായി. ഏറ്റവും പൂജ്യനായ ദേവൻ്റെ പ്രേമവിഷയായ സതീദേവി ദക്ഷനാൽ ഏറ്റവും കോപിക്കപ്പെട്ടവളായിട്ട് പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. കഷ്ടം എന്നാണ് എല്ലാവരും നിലവിളിച്ചത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, യോഗത്തിലിരുന്ന് ദേഹത്തെ ഉപേക്ഷിച്ചതിനെ ഭൂമിയിലും ആകാശത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ദേവന്മാരും പെട്ടെന്ന് ഹാ ഹാ കഷ്ടം എന്ന് നിലവിളിച്ചു. ഇവിടെ എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. ദക്ഷ പ്രജാപതിയുടെ യാഗശാലയിലിരുന്ന് ദേഹത്യാഗം ചെയ്യണവര് ഭൂമിയിലും ആകാശത്തും ഉള്ളവർ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടസ്ഥനായിട്ടും സർവവ്യാപിയായിട്ടും സർവജ്ഞനായിരിക്കും എന്ന പുരുഷോത്തമൻ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാതെ കണ്ടിരിക്കില്ല? അറിയുന്നുണ്ട്. അതുകൊണ്ട് അനർഹമായ കാര്യങ്ങൾ തേടിപ്പോകുന്നവർ വളരെ ഉഷാറായിട്ടിരിക്കണം, തെറ്റുകൾ ആവർത്തിക്കാതെ കണ്ടിരിക്കുക.
വേറൊരാൾക്ക് അർഹിച്ചത് നമ്മൾ തട്ടിയെടുക്കാതെ കണ്ടിരിക്കുക, അവരവർക്ക് ഉള്ളതിൽ സന്തോഷിക്കുക. ഇതാണ് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ. എന്നാൽ കാര്യങ്ങൾ ബഹുകേമാവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞു, അതായത് അത്യുച്ഛമായിട്ട് ഏറ്റവും പൂജ്യനായ ദേവൻ്റെ പ്രേമവിഷയായ സതീദേവി ഏറ്റവും കോപിക്കപ്പെട്ടവളായിട്ട് പ്രാണങ്ങളെ ഉപേക്ഷിച്ചു, കഷ്ടം എന്നാണ് നിലവിളിച്ചത്. അതിൻ്റെ ഭാവാർത്ഥം എന്താ? യോഗത്തിലിരുന്ന് ദേഹത്തെ ഉപേക്ഷിച്ചതിനെ ഭൂമിയിലും ആകാശത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ദേവന്മാരും പെട്ടെന്ന് ഹാ കഷ്ടം, ഹാ കഷ്ടം എന്ന ശബ്ദം അത്യുച്ചത്തിൽ പുറപ്പെടുവിച്ചു എന്നാണ്. എന്നിട്ടോ ഇനി 29-ാമത്തെ ശ്ലോകം, അതായത് അത്യുച്ചത്തിൽ പുറപ്പെടുവിച്ചു. അനന്തരം ഓരോന്ന് പറവാൻ തുടങ്ങി. പരമപൂജനായ ശ്രീ ശിവന്റെ പ്രേമാസ്പദമായ സതീദേവി പിതാവായ ദക്ഷനാൽ കോപിക്കപ്പെട്ടതിനാൽ പ്രാണങ്ങളെ ഉപേക്ഷിച്ചുവല്ലോ, മഹാകഷ്ടം എന്നാണ് അവർ പറഞ്ഞത്. ഇനി നമുക്ക് 29-ാമത്തെ ശ്ലോകം നോക്കുക. അഹോ അനാത്മ്യം മഹദസ്യ പശ്യത പ്രജാപതേര്യസ്യ ചരാചരം പ്രജാ ജഹാവശൂന്യദ്വിമത ആത്മജാ സതി മനസ്സിനെ മാനമഭീഷ്ണമർഹതി എന്ന് പറഞ്ഞു. യാതൊരു പിന്നെ ചരവും അചരവും പ്രജകളാകുന്നുവോ, ചരിക്കാത്തതും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രജകളാണ്. ഈ പ്രജാപതിയുടെ ദേഹാഭിമാന രൂപമായ അറിവില്ലായ്മ, അനാത്മ്യം എന്ന വാക്ക്, ആ വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അനാത്മ്യം, ആത്മാവല്ലാത്തത് എന്നർത്ഥം. അപ്പോൾ ദേഹാഭിമാന രൂപമായ അറിവില്ലായ്മ ഏറ്റവും വലുത് തന്നെ. അഹോ കഷ്ടം, നോക്കുവിൻ. മനസ്സിന് വേണ്ടുന്ന ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന പുത്രിയായ സതി ഏറ്റവും സൽക്കാരത്തെ അറിയിക്കുന്നു. യാതൊരുവനാൽ അവമാനിക്കപ്പെട്ടവളായിട്ട് പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. അതാണ് അർഹമായിട്ടത് കൊടുക്കാതെ കണ്ടിരിക്കുക. അത് വലിയൊരു പാവ. അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ദക്ഷ പ്രജാപതിയുടെ പ്രജകളായവർ അനേകമുണ്ട്. അവരിൽ ഒരുപോലെ സ്നേഹത്തോടു കൂടി ഇരിക്കേണ്ടത് പിതൃധർമ്മമാകുന്നു. അതായത് ഒരുപോലെ ഭാവവ്യത്യാസം ഇല്ലാണ്ട്, ഭേദഭാവന ഇല്ലാതെ കണ്ടിരിക്കണം. അത് അച്ഛനാണെങ്കിലും ശരി, രാജാവാണെങ്കിലും ശരി. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കാനും ആദരിക്കാനും പഠിക്കണം. ശമ്പളം ജാസ്തി വാങ്ങുന്ന മകനോട് താല്പര്യം കൂടുതൽ അങ്ങനെ വരാൻ പാടില്ല. രാജാവായിട്ട് പ്രജകൾ ഒരേപോലെ ആയിരിക്കണം. പ്രജകളോടുള്ള താല്പര്യം ഒരുപോലെ ആയിരിക്കണം. ആരാണ് ഭേദഭാവന? അപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ ഏതാനും സപ്താഹങ്ങൾ, നവാഹങ്ങൾ ഒരു ശിവപുരാണം ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഗുരുനാഥൻ എന്നെ എന്താ പഠിപ്പിച്ചത്? ഒരു സ്റ്റേജിൽ പ്രസാദം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക. ഇലച്ചീന്തല കൊടുക്കുന്ന വെച്ചാൽ എല്ലാവർക്കും ഇലച്ചീന്തി കൊടുക്കുക. അല്ല, കയ്യിലാണോ കൊടുക്കുന്നത്? എല്ലാവർക്കും. അതിപ്പോൾ 10 ഉറുപ്പ്യ ഇടുന്നവനും 100 രൂപ ഇടുന്നവനും ഒരേപോലെ. കാരണം എന്താ? ഭേദഭാവന കാണിക്കരുത്. ചിലപ്പോൾ ഈ 100 രൂപ തന്ന ആളുടെ മനസ്സിനേക്കാൾ നിർമ്മലത 10 രൂപ തന്ന ആളുടെ ആവും. അപ്പോൾ അവരെ വഞ്ചിക്കരുത്, അവരെ അനാദരിക്കരുത്. അങ്ങനെ എന്നോട് ഒരുപാട് കാര്യം ഗുരുനാഥൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കാരണം പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രൊഫഷണലായിട്ട് പോകരുത്. അത് ഞാൻ നിറവേറ്റി. കാരണം എന്താ വിചാരിച്ചാൽ കൊറോണയ്ക്ക് ശേഷം ഞാൻ പോകാറില്ല. വളരെ എൻ്റെ സ്വഭാവം, എൻ്റെ രീതി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി, യെസ് ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണു എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ പോയിട്ടുള്ളൂ. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ആനന്ദം.
ഭഗവാന് സമാനനായിരിക്കുന്ന ഗുരുനാഥൻ്റെ ആജ്ഞ ശിരസ്സ വഹിക്കാൻ സാധിച്ചു. അതിലെനിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളൊക്കെ വളരെ പരമഭാഗ്യവാന്മാരായി കാര്യങ്ങൾ നടത്തി വരുന്നുണ്ട്. പിന്നെന്താ? അപ്പം ഇവിടെ പറഞ്ഞു വന്നത് ഒരുപോലെ സ്നേഹത്തോടുകൂടി ഇരിക്കേണ്ടത് പിതൃധർമ്മമാകുന്നു. അതിലും വിശേഷിച്ച് അനേകം കല്യാണ ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന സതീദേവിയെ മറ്റുള്ളവരെക്കാൾ അധികം ആദരിക്കണം. കാരണം എന്താ? പാത്രം അറിഞ്ഞ് ദാനം എന്നൊരു ഏർപ്പാടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ആദരിക്കാതെ ഇരുന്നുവെന്ന് മാത്രമല്ല, അവമാനിക്കുകയും ചെയ്തതിനെ സഹിക്കാൻ വയ്യാതെ ആ പതിവ്രത പ്രാണത്യാഗം ചെയ്തുവല്ലോ. മഹാകഷ്ടമായി. ദക്ഷൻ്റെ ദേഹാഭിമാനത്തിൻ്റെ ശക്തി അല്പമൊന്നുമല്ല, അതികഷ്ടം എന്നാണ് പരിതപിച്ചത് അവരെ. ദക്ഷ പ്രജാപതിയുടെ ദേഹാഭിമാനത്തെ മഹാജനങ്ങൾ കാണേണ്ടതാകുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി 30ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? സ അയം ദുർമശഹൃദയോ ബ്രഹ്മദൃക്ച ലോകേ അപകീർത്തിം മഹതീം അവാപ്സ്യതി യദംഗജാം സ്വാം പുരുഷദ്ദിഢും ദദാം ന പ്രത്യഷേധൻ മൃതയേ അപരാധതാം. അസൂയയുള്ള ഹൃദയത്തോടു കൂടിയവനും പുരുഷനെ, ഈശ്വരനെ ദ്വേഷിക്കുന്നവനും ബ്രഹ്മജ്ഞന്മാരെ ദ്രോഹിക്കുന്നവനുമായ ഈ ദക്ഷൻ ലോകത്തിൽ വലുതായ ദുര്യസസ്സിനെ, അതായത് യശസ്സിനില്ല, ദുര്യയശസ്സിനെ എന്നാ, അപകീർത്തി എന്നാ, വലുതായ ദുര്യയശസ്സിനെ തന്നെ വേണം. ദുര്യസസ് എന്നല്ല, ഒരു അക്ഷരം വ്യത്യാസമുണ്ട് അവിടെ. ദുര്യയശസ്സിനെ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ താൻ ചെയ്ത അപരാധത്താൽ മരിപ്പാനായിക്കൊണ്ട് ഒരുങ്ങിയ സ്വന്തം പുത്രിയെ മുടക്കിയില്ല. ഇതിൽ നിന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അവരവർ ചെയ്യുന്ന കർമ്മഫലം അവരവർ അനുഭവിക്കണം എന്നർത്ഥം. ഇവിടെ ദക്ഷപ്രജാപതിയാണ് എന്ന് വിചാരിച്ചിട്ട് അനീതി കാട്ടിയ തൻ്റെ മകളോടും മരുമകനോടും അതിൻ്റെ കൂലി എന്തായിരുന്നു? സാധാരണ കൂലിയല്ല, കുറച്ച് കഠിനമായിട്ടില്ല. കാരണം സാരവത്തായി. അദ്ദേഹത്തിൻ്റെ തല അറുത്ത് വീരഭദ്രൻ, എന്നിട്ടൊരു ആടിൻ്റെ തല വെച്ച് കൊടുത്താണ് ഈ രുദ്രൻ ചമുകൊക്കെ ചൊല്ലിയിട്ടുള്ളത്. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ അത്യുഗ്ര പുണ്യപാപാനാം ഇഹൈഹ ഫലമശ്നുതേ. അതികഠോരങ്ങളായ പുണ്യപാപങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ തന്നെ അചിരേണ അനുഭവിക്കുന്ന, അചിരേണ അത്യുഗ്ര പുണ്യപാപാനാം ഇഹൈവ ഫലമശ്നുതേ. അപ്പം ഇതൊരു 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരും തെറ്റ് ചെയ്യില്ല. അത്യുഗ്ര പുണ്യപാപാനാം ഇഹൈവ ഫലമശ്നുതേ, അത് മറക്കണ്ട. അപ്പോൾ എന്നുള്ള അഭിപ്രായത്തോടുകൂടെ ജനങ്ങൾ ദക്ഷനെ ശപിക്കുന്ന മട്ടിൽ പറയുന്നു. ശ്രീ ശിവൻ സാക്ഷാൽ ബ്രഹ്മമാകുന്നു. ആ ദേവനെ ദേഷിച്ചവൻ ബ്രഹ്മിഷ്ഠന്മാരായ സകല പൂജന്മാരെയും ദേഷിച്ചവനെന്നും പറയാം. ശ്രീ ശിവന്റെ ലോകപൂജ്യതയെ സഹിക്കവയ്യാതെ, അതാണ് അസൂയ ഉണ്ടായത്. ദുഷിച്ച ഹൃദയത്തോടുകൂടിയ ദക്ഷൻ ശിവനെ നിന്ദിച്ചു. തത്സംബന്ധം നിമിത്തം സ്വപുത്രിയെ അവമാനിക്കുകയും ചെയ്തു. ആ അപരാധത്തെക്കുറിച്ച് പരിതപിച്ച പുത്രി മരിപ്പാൻ ഭാവിച്ചപ്പോൾ അതിനെ വിരോധിച്ചില്ല. അതിനാൽ ഈ ദക്ഷൻ ലോകത്തിൽ മഹാജനങ്ങളുടെ ഇടയിൽ തീരാത്തതായ അപകീർത്തിയെയും പ്രാപിക്കും. അതിനേക്കാൾ കവിഞ്ഞതായ ആപത്തും ഉടനെ നേരിടും എന്ന് ചകാരത്തിൽ സൂചിപ്പിക്കുന്നു. ആ വാക്ക് ഒരക്ഷരത്തിൽ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. 31ാമത്തെ ശ്ലോകം.
വദത്യേവം ജനേ സത്യ ദൃഷ്ട്വാ സൂത്യാഗമത്ഭുതം ദക്ഷം തൽപാർശ്വദാ ഹന്തും ഉദതിഷ്ഠന്നുദായുധാം. സതിയുടെ അത്ഭുതമായ പ്രാണത്യാഗത്തെ കണ്ടിട്ട് ജനം ഇങ്ങനെ പറയുമ്പോൾ സതിയുടെ അനുചരന്മാർ ദക്ഷനെ ഹനിപ്പാനായിക്കൊണ്ട് ഉയർത്തിയ ആയുധങ്ങളോടുകൂടിയവരായിട്ട് എണീറ്റു ഉദ്ധാനം ചെയ്തു എന്നാണ്. എന്നിട്ട് അപ്പം അതിൻ്റെ ഭാവാർത്ഥം, സതീദേവി പ്രാണത്യാഗം ചെയ്തതായ അത്ഭുതത്തെ നോക്കിക്കണ്ടിരുന്ന മഹാജനം ഇങ്ങനെ ദക്ഷാപരാധത്തെ അധിക്ഷേപിക്കുന്ന സമയം ദേവിയുടെ അനുചരന്മാർ ആയുധങ്ങളെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദക്ഷനെ സംഹരിപ്പാനായി എഴുന്നേറ്റു. അപ്പോഴേക്കപ്പോളെ 32ാമത്തെ ശ്ലോകം. തേഷാം ആപതതാം വേഗം നിശാമ്യ ഭഗവാൻ ഭൃഗു യജ്ഞഗ്നേന യജുഷാ ദക്ഷിണാഗ്നോ ജുഹാവഹാം. നേർക്ക് പാഞ്ഞു വരുന്ന ആരുടെ സതി ദേവിയുടെ അനുകൂലികൾ, അല്ലെങ്കിൽ ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഭൂതഗണങ്ങൾ ശക്തിയെ കണ്ടിട്ട് ജ്ഞാനസമ്പന്നനായ ഭൃഗു യാഗവിഘ്നകാരികളെ നശിപ്പിക്കുവാൻ സമർത്ഥമായ മന്ത്രത്താൽ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു. കഷ്ടം. എന്തിനാ അവിടെ കഷ്ടം പറഞ്ഞത്? ഇന്നല്ലെങ്കിൽ നാളെ വിപരീതം സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. തൽക്കാലം ഇദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾക്ക് ബലമുണ്ടാവും. പക്ഷെ ശിവൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ശിവപെരുമാൾ സൃഷ്ടിച്ച ഭൈരവൻ ഭദ്രകാളിയുടെ അടുത്ത് ഇത് നടക്കില്ല. ഭൈരവൻ എന്നല്ല, ഭൈരവൻ ഭഗവാന്റെ തന്നെ രൂപമാണ്. ഉള്ള പേരെന്താ പറയുക, ബലഭദ്രനല്ല, ഒരു പേരുണ്ട്, ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഓർമ്മ പിശക് വരുന്നുണ്ട്, അതുകൊണ്ട് സാരമില്ല. വീരഭദ്രൻ, ബലഭദ്രനല്ല, വീരഭദ്രനും ഭദ്രകാളിയും, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, യാഗം മുടക്കുവാനായി പാഞ്ഞു വരുന്ന രുദ്രാനുചരന്മാരുടെ വേഗത്തെ കണ്ടിട്ട് പ്രതിവിധി ചെയ്യാൻ സമർത്ഥനായ ഭൃഗുമഹർഷി യാഗവിഘ്നാദികളെ സംഹരിപ്പാനുള്ള ആഭിചാരമന്ത്രം കൊണ്ട് അതിന് യോഗ്യമായ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു എന്നാണ് പറഞ്ഞത്. 33ാമത്തെ ശ്ലോകം. അദ്വര്യുണ ഹൂയമാനേ ദേവാ ഉൽപേതുരോജസാ ഋഭവോ നാമ തപസാ സോമം പ്രാപ്ത സഹസ്രശാ. കർമ്മം നടത്തുന്ന മഹർഷിയാൽ, അതാണ് അദ്വര്യുണ എന്ന് പറഞ്ഞത്, ഹോമിക്കപ്പെട്ടപ്പോൾ തപസ്സുകൊണ്ട് ചന്ദ്രലോകം പ്രാപിച്ചിരിക്കുന്ന ഋഭുക്കൾ എന്നു പേരായ ദേവന്മാർ അനേകം ശക്തിയോടുകൂടെ ഉത്ഭവിച്ചു. എന്നിട്ടോ കർമ്മകർത്താവായ ഭൃഗുമനി യക്ഷരക്ഷയെ ഉദ്ദേശിച്ച് ആഭിചാരമന്ത്രത്താൽ ഹോമിച്ച സമയം ഹോമകുണ്ഡത്തിൽ നിന്ന് അനേകം ദേവന്മാർ ഉത്ഭവിച്ചു. ഇവർക്ക് ഋഭുക്കൾ എന്നു പേര്. ഇവരാകട്ടെ തപപ്രഭാവത്താൽ ചന്ദ്രലോകത്തിൽ വസിച്ചിരുന്ന ദേവന്മാരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 34ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം, 4ാമത്തെ അധ്യായത്തിൽ. തൈരലാദായുധേ അതോടെ ആ വാക്ക് എനിക്കത്ര മനസ്സിലായില്ല. അലായുധൈ എന്നാണ്. അലായുധൈ, തൈർ അലായുധ, അവിടെ നിൽക്കട്ടെ. തൈ അലായുധ അലാദായുധൈ സർവേ പ്രമഥാ സഹഗുഹ്യക ഹന്യമാനാദിശോ ഭേജുർ അശ്ബി ബ്രഹ്മതേജസാ. മന്ത്രശക്തിയാൽ ഉജ്ജ്വലിക്കുന്ന അവരാൽ
അലാധായുധങ്ങൾ വഹനിക്കപ്പെടുന്ന ഗുഹ്യകന്മാരോടുകൂടിയ സർവഭൂതങ്ങളും ദിക്കുകളെ ഭജിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അഗ്നികുണ്ഡത്തിൽ നിന്നു പുറപ്പെട്ട ഋഭുക്കൾ തീക്കൊള്ളികളാകുന്ന അവരുടെ ആയുധങ്ങളെ കൊണ്ട് രുദ്രപാർഷദന്മാരായ ഗുഹ്യകന്മാരെയും പ്രമദഗണങ്ങളെയും അടിച്ചു തുടങ്ങിയപ്പോൾ അവരെല്ലാം ഓരോ ദിക്കുകളിലേക്ക് പാഞ്ഞു. രുദ്രപാർഷദന്മാരെ ഓടിക്കുവാനുള്ള ശക്തി മന്ത്രവൈഭവത്താൽ ഈ ദേവന്മാർക്കുണ്ടായി. അതൊരു ടൈംലി ആക്ട് മാത്രമാണ്, പെർമനൻ്റ് അല്ല, ഒരു ടെമ്പററി പരിപാടിയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അത് കഴിഞ്ഞു, അധ്യായം അസമാപിച്ചു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ധർമ്മപ്രകരണേ സതി ദേഹത്യാഗനിരൂപണം നാമ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.